അങ്ങനെ കിരണിന്റെ തൊട്ടടുത്ത് കാർത്തികേയൻ ആക്കിയ നരേന്ദ്രൻ എന്നയാളെ കിടക്കുകയാണ്. അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കാണ് കാർത്തികേയൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഐസിയുൽ കിടക്കുന്ന മൂർത്തി സാറിന്റെ മകൻ ചാവണം. ഡോക്ടർമാർ പോലും അവനെ രക്ഷിച്ചെടുത്താലും അവൻ ചാവുമെന്ന ഉറപ്പ് നമുക്ക് വേണം. അതിനാണ് തന്നോട് അവിടെ അഡ്മിറ്റ് ആവണമെന്ന് ഞാൻ പറഞ്ഞത്. നരേന്ദ്രൻ ചോദിക്കുന്നില്ല, അത് ഞാൻ എന്ത് ചെയ്യണം? അതാണോ ഞാൻ പറഞ്ഞത്? കൊല്ലണം. അവസരം നോക്കി ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കൊല്ലണം. അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം മുതൽ നമ്മുടെ ശത്രു കൊലപാതകിയാണ്. ദൈവം നേരിട്ട് വന്ന് സാക്ഷി പറഞ്ഞാൽ പോലും ഒരു ജീവപര്യത്തിൽ നിന്ന് പോലും അവളെ രക്ഷപ്പെടുത്താനാവില്ല. അവൾ അകത്ത് കിടക്കുന്ന 14 വർഷം നമ്മൾ അവളുടെ കുടുംബത്തിന്റെ മേൽ നമ്മുടെ പക തീർക്കും എന്നൊക്കെ കാർത്തികൻ പറയാൻ ട്ടോ. അപ്പോൾ നരേന്ദ്ര ചിരിക്കുന്നുണ്ട്. സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ എന്ന് പറയാൻ കാർത്തികൻ പറയുന്നുണ്ട്, ആണത്തം കാണിക്കേണ്ട സമയത്ത് കാണിക്കണം, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. ചെയ്യേണ്ട സമയത്ത് ഞാൻ കൃത്യമായിട്ട് വിവരം അറിയിക്കാം, താൻ ഒരുങ്ങി നിന്നോ എന്ന് പറഞ്ഞിട്ട് കാർത്തികൻ ഫോൺ കട്ട് ചെയ്യണ്ടോ. അപ്പോൾ തന്നെ നരേന്ദ്രൻ ആ ഫോൺ എടുത്തിട്ട് ബെഡിന് താഴെ സൈലന്റ് ആക്കി വെക്കുകയാണ്. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പഴയതുപോലെ തന്നെ ഒരു രോഗിയെ പോലെ അവിടെ കിടക്കുകയാണ്. അതേസമയം യതീന്ദ്ര സാർ നന്ദിനിയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ നാട്ടിലെത്താണ്. സൂര്യയും യതീന്ദ്ര സാറും നന്ദിനിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. യതീന്ദ്ര സാർ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സൂര്യ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു, അപ്പോൾ തന്നെ ഞാൻ പുറപ്പെടുകയും ചെയ്തു എന്ന് പറയാം. സുധേൻ പറയുന്നുണ്ട്, പോലീസുകാർ അവളെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല സാർ. പോലീസുകാരുടെ രീതികൾക്ക് പ്രത്യേക രീതിയാണ്. അവർക്ക് ആരോടെങ്കിലും വൈരാഗ്യം തോന്നിയാൽ പിന്നെ പറയണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ നന്ദിനിയോട് ആ പോലീസുകാരനുള്ള ദേഷ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ സുദേവന് എന്ന് ചോദിക്കാൻ ട്ടോ. എന്തായാലും നമുക്ക് സ്റ്റേഷൻ വരെ പോകാം, എനിക്ക് നന്ദിനിയുമായിട്ട് സംസാരിക്കണം. എന്നിട്ട് FIR ഇട്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ കാണാൻ എന്നൊക്കെ പറയാണ്. എന്നിട്ട് സൂര്യയും സുദേവനും യതീന്ദ്ര സാറും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയതും സുദേവൻ പറഞ്ഞിട്ട്, ഞാൻ ഇവിടെ പുറത്തു നിന്നോളാം സാറേ, ഞാൻ വരുന്നില്ല. അങ്ങനെ സൂര്യയും യതീന്ദ്ര സാറും കൂടി അകത്തേക്ക് പോവുകയാണ്. സൂര്യയെ കണ്ടതും പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, തന്നോടല്ലോടോ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞത്? യതീന്ദ്ര സാർ പറയുന്നുണ്ട്, സാർ ഞാൻ എൻ്റെ മരുമകൾ നന്ദിനിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ SI പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമകൾ ഒരാളുടെ തലിക്കടച്ച് കൊല്ലാൻ നോക്കി, അവൻ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇതാണ് വിശദീകരണം, ഇനിയും പോകാമല്ലോ എന്ന് ചോദിക്കാം. യതീന്ദ്ര സാർ പറയുന്നത്, നോ സർ, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതെന്താ സർ അങ്ങനെ? കസ്റ്റഡിയിലിരിക്കുന്ന ആൾക്ക് മാനസികപരമായിട്ട് ഒരു പ്രശ്നവുമില്ല, അടുത്ത് നിൽക്കുന്ന പോലീസുകാരെ മറ്റോ ഉപദ്രവിച്ചിട്ടുമില്ല, പോലീസുകാരെ കൈകാര്യം ചെയ്തിട്ടുമില്ല, പിന്നെന്തിനാണ് സർ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ SI ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ നിയമമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? യതീന്ദ്ര സാർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സാധാരണ ജീവിതത്തിൽ പാലിക്കാൻ നിയമങ്ങളൊക്കെ അറിയാം സാർ, ബാക്കിയെല്ലാം നമ്മൾ ജീവിതത്തിൽ തനിയെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ പഠിക്കുന്നതല്ലേ. അല്ല, ഇപ്പോൾ നന്ദിനിയുടെ കേസിന്റെ പേരിൽ അവൾക്ക് FIR ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ നിൽക്കട്ടോ SI. എന്നിട്ട് പറയുന്നുണ്ട്, FIR ഇട്ടിട്ടില്ല, കാരണം ആ പയ്യന്റെ അവസ്ഥ എന്താകുമെന്ന് നിരീക്ഷണത്തിലാണ്, അതറിഞ്ഞാൽ ഉടൻ തന്നെ FIR ഇടും. അപ്പോൾ യതീന്ദ്ര പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നന്ദിനി കസ്റ്റഡിയിൽ ഇരിക്കുന്നതിൽ സാറിന്റെ കയ്യിൽ യാതൊരു രേഖയുമില്ല. ഒരു രാത്രി മുഴുവൻ ആ പെൺകുട്ടി ഇവിടെ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു രേഖ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് കാണാൻ തടസ്സമൊന്നുമില്ലല്ലോ സാർ. ഇനി കാണാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വക്കേറ്റിനെ കാണാം, കാര്യങ്ങൾ കോടതിയിൽ മൂവ് ചെയ്യാം എന്ന് പറയാം. ഇതെല്ലാം കേൾക്കുമ്പോൾ SIക്ക് മറുത്തൊന്നും പറയാനില്ല കേട്ടോ. അവൻ മിണ്ടാതെ നോക്കി നിന്ന് ഒന്ന് ആലോചിക്കുന്നുണ്ട്. അതേസമയം സൂര്യ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി സാർ, ഞങ്ങൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതിയെ വിളിച്ചുകൊണ്ട് പോകത്തൊന്നുമില്ല, ജസ്റ്റ് കണ്ട് സംസാരിക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അവസാനം SI അവളെ കാണാൻ വേണ്ടി സമ്മതിക്കാണ്ടോ. യതീന്ദ്ര സാർ സൂര്യയും അവളുടെ സെല്ലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവരെ കണ്ടത് നന്ദിനി ഷോക്കാവുന്നുണ്ട്. യതീന്ദ്ര സാർ ഇപ്പോൾ തിരക്കിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് വേണ്ടി സാറിന് ഇപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കേണ്ടി വന്നില്ല. എന്റെ കാര്യം വിട്ടേക്ക് സാർ, എന്നെ ഇനി അയാൾ പുറം ലോകമൊന്നും കാണിക്കില്ല, എന്റെ അച്ഛനെയും അനിയത്തിമാരെയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ യതീന്ദ്ര സാർ പറയുന്നുണ്ട്, ഇവിടെ ലോകം അവസാനിച്ചു എന്ന ചിന്തയൊന്നും മോൾക്ക് വേണ്ട, ഇവിടെയും കോടതിയും നിയമമൊക്കെ ഉണ്ടല്ലോ, പണം ചെലവാക്കിയാൽ കൊള്ളാവുന്ന വക്കീൽമാരെയും കിട്ടും, അതുകൊണ്ട് അച്ഛൻ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കാം. എന്നിട്ട് എന്താണ് സാറിന് നല്ല രീതിയിൽ തിരിച്ചു പോകാൻ പറ്റും, പത്മ മാഡത്തെ ഫേസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, സാർ തിരിച്ചു പോകാൻ നോക്ക് എന്ന് പറയാണ്. വന്ന സ്ഥിതിക്ക് ഞാൻ മോളെ വന്നൊന്ന് കണ്ടെന്നുള്ളൂ, നിനക്കെതിരകത്ത് നിന്ന് ഒന്നും ചെയ്യാനാവില്ല, പക്ഷെ ഞങ്ങൾക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട്. ഇങ്ങനെ പറഞ്ഞ് സൂര്യയും യതീന്ദ്ര സാറും അവിടെ നിന്ന് പോവാണ്ട്. നദിക്കാകട്ടെ നല്ല വിഷമമാണ്. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ICUയിൽ കിടക്കുന്ന കിരണിനെ വന്ന് ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അപ്പുറത്ത് കിടക്കുന്ന നരേന്ദ്രൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടറും നഴ്സുമാരൊക്കെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് നരേന്ദ്രന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഫോൺ എടുക്കുകയാണ്. അത് കാർത്തികേയനായിരുന്നു കേട്ടോ. നരേന്ദ്ര, ഇപ്പോൾ എന്താണ് ഹോസ്പിറ്റലിലെ അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നരേന്ദ്ര പറയുന്നുണ്ട്, അവന്റെ അടുത്ത് ഇതുവരെ ഡോക്ടർമാർ നഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ആരുമില്ല എന്ന് പറയാണ്. അപ്പോൾ കാർത്തികേയൻ പറയുന്നുണ്ട്, എങ്കിൽ ഇനി ഒന്നും ആലോചിച്ച് നിൽക്കണ്ട, നിന്നെ ഏൽപ്പിച്ച ജോലി നീ അങ്ങ് ചെയ്തേക്ക് എന്ന് പറയാൻ ട്ടോ. ഇത് കേട്ടതും അദ്ദേഹം ഒന്ന് ഷോക്കാവുന്നുണ്ട്. ഇപ്പോഴോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ തന്നെ. ഇപ്പോൾ നീ അങ്ങ് ശങ്കിച്ചാൽ നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം ആകെ താളം തെറ്റും, പറഞ്ഞ കാര്യം അങ്ങ് ചെയ്തേക്കടോ എന്ന് പറഞ്ഞ് കാർത്തികേയൻ ഫോൺ വെക്കുകയാണ്. അങ്ങനെ നരേന്ദ്രൻ ഫോണൊക്കെ അവിടെ വെച്ചതിനു ശേഷം പതിയെ ബെഡിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് കിരണിന്റെ അടുത്തേക്ക് എത്താൻ ട്ടോ.
അപ്പോൾ ഓക്സിജൻ മാസ്ക് ഒക്കെ അദ്ദേഹം വലിച്ചു മാറ്റാൻ. അത് കഴിഞ്ഞപ്പോൾ തന്നെ കിരണിന്റെ ശ്വാസത്തിനെ കുറച്ച് ബുദ്ധിമുട്ട് വരികയാണ്. ശേഷം പുതപ്പെടുത്തിട്ട് പതിയെ അവന്റെ മുഖത്തേക്ക് വെക്കുകയാണ്. എന്നിട്ടത് അമർത്തി പിടിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ട്ടോ. ഒരുപാട് സമയം കൈയും കാലും ഒക്കെ ഇട്ട് കിരൺ മല്ലിട്ടെങ്കിലും അവസാനം അതെല്ലാം നിശ്ചലമാവുകയാണ്. മരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച ശേഷം നരേന്ദ്രൻ ആ പുതപ്പെല്ലാം പഴയതുപോലെ വെക്കുകയാണ്. ശേഷം ആ മാസ്കും അവന് ധരിപ്പിക്കാൻ. എന്നിട്ട് പഴയതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സീറ്റിൽ പോയിട്ട് രോഗിയെ പോലെ കിടക്കാൻ ട്ടോ. അതേസമയം സ്റ്റേഷന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ യതീന്ദ്രൻ സാറും സൂര്യയും നന്ദിനിയുടെ അച്ഛൻ സുദേവനുമായിട്ട് സംസാരിച്ചിരിക്കാണ്ട് പുറത്ത്. അപ്പോഴാണ് അവിടേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും പത്മം കാർത്തികേയനും ഇറങ്ങാണ്. അത് കണ്ട് 3 പേര് ഷോക്കാവാണ്. ശേഷം പത്മം യതീന്ദ്രൻ സാറിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ മനുഷ്യ ഇവിടെയെന്ന് ചോദിക്കാൻ. അത് പത്മം, നന്ദിനി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അവളൊരു പയ്യനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ് ചുമത്തിയാണ് അവൾ അകത്തിട്ടിരിക്കുന്നത്. അപ്പോൾ പത്മം പറഞ്ഞു, ഓഹോ അത് ശരി, മരുമകളുടെ വിശേഷം അറിഞ്ഞപ്പോൾ എന്നെ അറിയിക്കാതെ അങ്ങ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചു അല്ലേ? പക്ഷെ ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എനിക്ക് ഈ അവസ്ഥയിൽ അവളെ ഒന്ന് കാണണം. എന്തൊക്കെയായിരുന്നു അച്ഛനും മോനും എന്റെ മുന്നിൽ നടത്തിയ വെല്ലുവിളികൾ, അതിനെല്ലാം എനിക്ക് അവളോട് ചോദിക്കണം. അതിനുവേണ്ടി മുകളിൽ നിന്നുള്ള ഓർഡർ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഒരുപക്ഷെ നിങ്ങൾ അകത്ത് കയറിയാൽ നിങ്ങളെ പോലീസ് സമ്മതിക്കില്ലായിരിക്കും. പക്ഷെ ഈ പത്മ അങ്ങനെയല്ല. പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയായിരിക്കും ഞാൻ അവളെ കാണാൻ പോകുന്നത്. എന്തായാലും ഞാൻ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാൻ ട്ടോ. അങ്ങനെ എസ് ഐയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എസ് ഐ പറയുന്നുണ്ട്, മാഡത്തെ കുറിച്ച് കാർത്തികേയൻ സാർ കുറച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴാണിത് പൂർണ്ണമായിട്ട് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഒരു കാര്യമുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ വന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അവൾ ഇനി പുറം ലോകം കാണാൻ പാടില്ല എന്ന് പറയാൻ. അതെല്ലാം ഞാൻ ഏറ്റു മാഡം എന്ന് പറയുന്നുണ്ട് എസ് ഐ. അങ്ങനെ പത്മം അവിടെ നിന്നും എഴുന്നേറ്റ് നന്ദിനിയെ കാണാൻ വേണ്ടി സെല്ലിനടുത്തേക്ക് ചെല്ലുന്നത്. പത്മയെ കണ്ട് നന്ദിനി ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്ത് പറ്റി എന്ന് ചോദിക്കേണ്ടവരെ, അല്ല നീ ഈ സെല്ലിനടുത്ത് കിടക്കുന്നത് എന്തിനാണ്? നീ എന്താ കരുതിയത് പത്മ ഇത്രക്കും എത്തിയത് ഒരു പണിയും എടുക്കാതെ എന്നാണോ? പലപ്പോഴായി ഞാൻ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒതുക്കേണ്ടവരെ ഒതുക്കിയും വെട്ടിമൂടേണ്ടവരെ വെട്ടിമൂടിയിട്ടും തന്നെയാണ് ബിസിനസ്സിലായാലും സൊസൈറ്റിയിലായാലും പത്മ മുകളിൽ നിൽക്കുന്നത്. പക്ഷെ എന്റെ മകൻ കാണിച്ചൊരു സാഹസത്തിന്റെ പേരിൽ നീ എന്നെ വെല്ലുവിളിച്ചു. അതും എന്റെ മക്കളുടെ മുന്നിൽ, എന്റെ ഭർത്താവിന്റെ മുന്നിൽ, എന്റെ സ്നേഹിക്കുന്നവരെ മുന്നിൽ, ഒരു സൊസൈറ്റിയുടെ മുഴുവൻ മുൻപിൽ എന്റെ അഭിമാനത്തിന് നീ വില പറഞ്ഞു. ഇതിനകത്ത് നിന്നും നീ ഇനി പുറത്തേക്ക് വരുമോ? അല്ല എന്റെയും എന്റെ മകന്റെയൊക്കെ ജീവിതത്തിലേക്ക് ഇനിയും നീ വരുമോ? അപ്പോഴേക്കും അവിടെ യതീന്ദ്ര സാർ സൂര്യ എത്തുകട്ടോ. പത്മ സംസാരിച്ചതെല്ലാം മതി, പുറത്തിറങ്ങ് എന്ന് പറയണ്ട അദ്ദേഹം. സൂര്യൻ പറയുന്നുണ്ട്, അമ്മയോടാണ് പറയുന്നത് പുറത്തിറങ്ങ്. പത്മ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എനിക്കവൾ ഈ സെല്ലിനകത്ത് കിടക്കുന്ന ഈ കാഴ്ച കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് പറയാനുള്ളതെല്ലാം ഞാൻ ഇവളോട് പറയാൻ തന്നെ ചെയ്യും. അതുവരേക്കും നിങ്ങൾ അച്ഛനും മകനും പുറത്തു നിൽക്കേ. ഞാൻ ഇവളോട് സംസാരിക്കാൻ മുകളിൽ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട. ഇവിടെ എന്നെ തടയാൻ ആരും വരില്ല എന്ന് തന്നെ അഹങ്കാരത്തോട് പറയാണ്. എന്നിട്ട് പറയുന്നത്, അല്ലടി നീ എന്തിനാണ് ആ മൂർത്തി സാറിന്റെ മകനെ കൊല്ലാൻ നോക്കിയത് എന്ന് ചോദിക്കാൻ. നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അല്ല നീ വലിയ പോരാളിയൊക്കെ അല്ലേ, കാവിലെ കാളിയായിട്ട് നീ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ കേട്ടു, എന്തായിരുന്നടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ആ കിരൺ എന്റെ അനിയത്തിയോട് അപമര്യാദയായിട്ട് പെരുമാറി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ പിന്തുടർന്നത് എന്ന് പറയാൻ ട്ടോ. ഇത് കേട്ടതും പത്മൻ ചിരിക്കുകയാണ്. നിന്റെ അനിയത്തിയെ അവൻ ഇങ്ങോട്ടേക്ക് തേടി വന്നതില്ലല്ലോ, നിന്റെ അനിയത്തി അവനെ തേടി അങ്ങോട്ടേക്ക് പോയതല്ലേ. എന്നിട്ടിപ്പോൾ അവനെ കുറ്റക്കാരനാക്കി നീ വലിയ പതിവ്രതയാകുന്നു. നിന്റെ ഒന്നും ചരിത്രം എന്നോട് പറയണ്ടടി. എങ്ങനെയാണ് നീ എന്റെ മകന്റെ ഭാര്യയായത് എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തിക്കോണം. ഇനി എന്തായാലും നീ ഈ പുറം ലോകം കാണാൻ പോകുന്നില്ല. പത്മയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയാൻ. എല്ലാം കേട്ടിട്ട് നന്ദിനിയുടെ ഉള്ളിൽ നേറുകയാണ്. അടുത്ത് നിൽക്കുന്ന സൂര്യക്കും യതീന്ദ്ര സാറിനും തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത രീതിയിലായിരുന്നു പത്മയുടെ ഓരോ വാക്കുകളും. അങ്ങനെ പുറത്തു നീങ്ങിയ ശേഷം യതീന്ദ്ര സാറിനോട് സൂര്യ പറയുന്നുണ്ട്, അച്ഛാ അമ്മ അവിടെ കാണിച്ച ഓരോ കാര്യത്തിനു പകരം ഞാൻ 1000 അവസരം ഉണ്ടാക്കിയെടുക്കും അച്ഛാ. എന്നിട്ട് ഒന്നൊന്നായി ഞാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നന്ദിനിയെ എങ്ങനെയെങ്കിലും ഇറക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് എന്നൊക്കെ പറയാൻ. വരട്ടെ മോനെ, നമുക്ക് എന്തായി കാര്യങ്ങൾ എന്ന് അന്വേഷിക്കാം എന്ന് പറയാണ്. ശേഷം കാണിക്കുന്നത് കാർത്തികേയന്റെ ഫോണിലേക്ക് നരേന്ദ്രൻ വിളിക്കുന്നുണ്ട്. കാർത്തികേയ, ആ മൂർത്തി സാറിന്റെ മകൻ മരണപ്പെട്ടു. നീ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്ലാനുകളെല്ലാം ഞാൻ നടത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ ആ വാർത്ത പുറത്തു വരും എന്ന് പറയാൻ ട്ടോ. ഇത് കേട്ടതും കാർത്തികേയൻ സന്തോഷം കൊണ്ട് ചിരിക്കാം. എന്നിട്ട് എസ് ഐയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ അധികം വൈകാതെ തന്നെ നിങ്ങൾ തേടി ആ സന്തോഷ വാർത്ത എത്തും. കാർത്തികേയന്റെ മകൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ട്ടോ. എന്ത്? ആ കാർത്തികേയന്റെ മകൻ കിരൺ മരണപ്പെട്ടോ എന്ന് ചോദിക്കാൻ ട്ടോ എസ് ഐ. ഇത് സെല്ലിൽ നിന്ന് കേൾക്കുന്ന നന്ദിനി ആകെ ഷോക്കാവുകയാണ്.